ഓക്കെ. അപ്പോൾ എന്താണ് നമ്മളെ മാത്സ് എൻഡ് ഗെയിം സീരീസിൻ്റെ ഒരു അടുത്തൊരു പാർട്ടിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. സോ ഇതിൽ ഒരു നമ്മൾ ഇൻ്റഗ്രേഷൻ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മൊഡ്യൂൾ 2-ലേക്കാണ് നമ്മൾ ഇന്നത്തെ ശ്രദ്ധ. അതിൽ തന്നെ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് അല്ലെ ടെക്നീക്സ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഈ ഇൻ്റഗ്രേഷൻ്റെ ബേസിക്സും അതിൻ്റെ കുറച്ച് ഫോർമുലാസും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂൾ കണ്ടതെങ്കിൽ മൊഡ്യൂൾ 2-ൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഒന്ന് ലെവലപ്പായി. അതിൽ തന്നെ വരുന്ന കുറച്ചും കൂടി ടഫറായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആൻഡ് മെത്തേഡ്സ്. അതിൽ പാർട്ട് 5-ലാണ് എൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്. സോ പാർട്ട് നമ്പർ 5 ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ്. വെരി നല്ല ഇൻട്രസ്റ്റിംഗ് ആയൊരു നെയിമാണ് ബൈ പാർട്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ബൈ നേച്ചർ ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കുറച്ചും കൂടി മനസ്സിലാകും. ഇത് അത്യാവശ്യം ഏറ്റവും ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റിന് പോലും അത്യാവശ്യം ഇഷ്ടംപോലെ സ്റ്റെപ്പുകളുണ്ട്. എടുപ്പോയി അതായത് ഈ ക്വസ്റ്റിന് ഇവിടുന്ന് സ്റ്റെപ്പ് തുടങ്ങിയിട്ട് ഇവിടുത്തെ വരെ, അതായത് എളുപ്പമല്ല ക്വസ്റ്റിനാണ് ബേസിക്കലി. ഞാൻ തന്നെ പലപ്പോഴും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ചെയ്യുന്നപ്പോഴത്തേക്ക് ചില ക്വസ്റ്റ്യൻ എനിക്ക് തന്നെ ലാസ്റ്റ് ഡൗട്ട് തോന്നുന്നത് ഇത് റെഡി ആവുന്നത്. കുറേ നേരം ആലോചിച്ചിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടല്ല എങ്ങനെയൊക്കെയല്ലോ ആണ് ലാസ്റ്റ് ചില ആൻസേഴ്സ്. ചിലതൊന്നും എനിക്ക് ആൻസർ മര്യാദ കിട്ടിയിട്ട് തന്നെ ഇല്ല. ചില ഈ പറയാം നമ്മളെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലൊക്കെ വരുന്ന ടൈമിൽ, അതായത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ വേറെന്തെങ്കിലും ലിമിറ്റ്സ് ഒക്കെ ഇട്ടിട്ടില്ലതാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ല, കുറച്ചും കൂടി ടഫർ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലും നമ്മൾ ഫോക്കസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ, എല്ലാത്തിലും ഡീപ്പായിട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ പരീക്ഷ ലെവൽ മര്യാദ സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാവുന്നത്, കുറച്ചും കൂടി ഞാൻ കുറച്ചും കൂടി റിയലിസ്റ്റിക്കലാണ് പറയുന്നത്. എല്ലാ വീഡിയോ കണ്ട് എല്ലാ ടൈപ്പ് മനസ്സിലാക്കി അങ്ങനത്തെ ഒരാൾ അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. പെർഫെക്ഷൻ എന്നതിലുപരി നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് വന്നാൽ നമുക്ക് കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് തോന്നുന്ന അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ശ്രദ്ധിക്കും. ഇതിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. കാരണം ഇതിൻ്റെ കോംപ്ലിക്കേഷൻ വല്ലാതെ അങ്ങ് നീണ്ടു പോകുന്നുണ്ട്. ഇതിലൊക്കെ എനിക്ക് വേണ്ടിയെങ്കിൽ മറ്റേ ഇൻ്റഗ്രൽ ലെലൻ x²+4 ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ 2-3 പേജ് നീണ്ടു നിൽക്കുന്ന ഡെറിവേഷനാണ് ഈ നമ്മളെ ഈ ബൈ പാർട്സ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ. അതിനെ കുറേ പേഷ്യൻസ് ആണ് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യണമെങ്കിൽ. ചില സ്റ്റെപ്പിൽ എത്തുന്നപ്പോഴത്തേക്കിന് ചിലപ്പോൾ നമ്മൾ കാറ്റ് കഴിഞ്ഞു അതിൻ്റെ അപ്പുറം ചിലപ്പോൾ നമുക്ക് നീങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി നമ്മൾ സെലക്റ്റീവ് ആവുക ചില കാര്യങ്ങളെല്ലാം വരുമ്പോൾ. ഇപ്പോൾ ചിലപ്പോൾ ഇതിലിപ്പം വളരെ ടഫായിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതങ്ങ് നേരെ സ്കിപ്പ് അടിച്ചാലോ. ഇങ്ങനത്തെയല്ലോ ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിളറാണ്. പക്ഷേ ഇതിൽ ഞാനിപ്പം പറയുന്നത് ഇതേപോലത്തെ ക്വസ്റ്റ്യനോ അല്ല വല്ല ഇൻ്റഗ്രൽ പറയേണ്ടത് നമ്മളെ സൈൻ എക്സ് e⁻x ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടഫായി. അപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടി ട്രിക്കി അല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ട്രിക്കിനെസ് ഞാൻ അതിൻ്റെ ട്രിക്കിനെസ്സിലേക്ക് പോകുന്നില്ല. ഇത് എന്തുകൊണ്ട് ട്രിക്കി ആകുന്നില്ല. പക്ഷേ ഇത് ചെയ്ത് തരുന്നപ്പോഴത്തേക്ക് പകുതി എത്തുന്നപ്പോഴത്തേക്ക് തന്നെ മനസ്സിലായി ഇത് ഇത്ര ട്രിക്കി ആയി പോകുന്നില്ല. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു സേ ദിസ് ഈസ് വൺ ഓഫ് ദി വെരി കോംപ്ലിക്കേറ്റഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് തന്നെ നെഗറ്റീവ് അടിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ പ്രാക്ടിക്കലായിട്ടാണ് പറയുന്നത്. അഥവാ ഇതിൽ തീരെ ടഫായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നത് സ്കിപ്പ് അടിച്ചാൽ അത് ഇതിലെ കുറച്ചൊരു മാർക്ക് പോയി വിചാരിച്ചിട്ട് വന്നാൽ നമ്മളത് ഗ്രേഡിനെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. സെലക്റ്റീവിൽ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില ടോപ്പിക്സ് ഒന്നും നമ്മൾ 1-2 ടോപ്പിക്സ് നാടിയടിക്കൽ സ്കിപ്പ് ചെയ്താൽ പോലും പ്രശ്നമില്ല. നമുക്ക് കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഞാൻ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. 2 ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് അപ്പോഴത്തേക്കിനെ നിങ്ങൾക്ക് തിരിയും എത്രത്തോളം ഇത് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നില്ല. സോ ലെറ്റ്സ് സീ വാട്ട് വി ക്യാൻ ഡു. ഞാൻ PYക്ക് 2025 എടുത്തിട്ടുള്ളത്. അതായത് ജസ്റ്റ് തൊട്ട് മുമ്പേ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇൻ്റഗ്രൽ x × cos 2x dx. ഈ ബൈ പാർട്സ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 ഫംഗ്ഷൻസിനെ മൾട്ടിപ്ലിക്കേഷനിൽ വരുമ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എങ്ങനെ കാണാൻ പറ്റും, അതിന് ഒരു മെത്തേഡാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ്. സോ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ്, ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ 2 ഫംഗ്ഷനാണ്. ഇതിലിപ്പോൾ എങ്ങനെ തീരുമാനിക്കുക ഇതിലേതാ ഫസ്റ്റ് ഏതാ സെക്കൻഡ് എടുക്കേണ്ടതെന്നൊക്കെ? അതിനാണ് നമ്മൾ ഹൈലൈറ്റ് റൂൾ എന്ന് പറയുന്ന റൂളുണ്ട്. എന്താണ് ഹൈലൈറ്റ് റൂൾ പറയുന്നത്? ഇതിൽ I സ്റ്റാൻഡ്സ് ഫോർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഫോർ എക്സാമ്പിൾ സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ലാസ്റ്റ് കോട്ട് ഇൻവേഴ്സ് എക്സ് വരെ അതിൽ ഏതും വേണ്ടിക്ക് വരാം. L എന്ന് പറയുന്നത് ലോഗാറിതം, ലോഗ് ഇതൊക്കെ. A എന്ന് പറയുന്ന ആൽജിബ്ര, x²+2 x-2/x+2 ഇതെല്ലാം ആൽജിബ്ര, ഇതെല്ലാം പോളിനോമിയൽസ്, ഇതൊക്കെ ആൽജിബ്രയാണ്. എക്സ് അല്ലെങ്കിൽ വേരിയബിൾസ് വരുന്ന സാധനങ്ങളൊക്കെ ആൽജിബ്ര. ജസ്റ്റ് ആ വേരിയബിൾ മാത്രമാണെങ്കിൽ ഇറ്റ്സ് ആൽജിബ്ര. അതിപ്പോൾ എക്സ് തന്നെ ആണെന്നില്ല, വേണ്ടിക്ക് ടിയോ അല്ലെങ്കിൽ തീറ്റയോ ജസ്റ്റ് വെറുതെ ഇപ്പോൾ θ²+2 ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആൽജിബ്രയാണ്. പിന്നെ
ടി എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രി, സൈന്, കോസ്, ടാന്, ഇത് ട്രിഗ്നോമെട്രി അല്ല. ഇത് ഈ എക്സ് അപ്പം എന്തായിരിക്കും? ദിസ് ഇസ് ആൽജിബ്ര. ലാസ്റ്റത്തെയാണ് ഇ. എന്താണ് ഈ എക്സ്പോണൻറ്റ്? അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇതാണ് പ്രയോറിറ്റി ഓർഡർ. പ്രയോറിറ്റി ഓർഡർ എന്ന് പറയുമ്പോൾ ഏതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ കൊടുക്കണം അതിൻ്റെ പ്രയോറിറ്റി ഓർഡർ. അതായത് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ ഇൻവേഴ്സ് കാണുന്നുണ്ട്, അതിനായിരിക്കണം ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ അടുത്ത് വരുന്ന എന്താണോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്തത് പിന്നെ സെക്കൻഡ് ഫംഗ്ഷനായിട്ട് മാറും. ആകെ 2 ഫംഗ്ഷൻ ഉണ്ടാവില്ല, അതിൽ ഏതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്നല്ല തീരുമാനിക്കേണ്ടത്, ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ മാത്രമല്ല. അതിന് വേണ്ടിയിട്ട് ഹൈലൈറ്റ് റൂൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഇൻ്റഗ്രൽ 1 × sin ഇൻവേഴ്സ് എക്സ്, അത് അടുത്ത ക്വസ്റ്റനാണ് ഞാൻ പക്ഷേ ഇവിടെ കാണിക്കുക. ഇങ്ങനെ വരുന്നെങ്കിൽ ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കുക. ഈ 1 എന്നുള്ളത് നമുക്ക് ഇൻ്റഗ്രൽ 1 dx എന്ന് പറയുന്നത് എക്സ് ആണല്ലോ. സോ ബേസിക്കലി 1 പോലും എന്താണ് ഒരു ആൽജിബ്രേറ്റ് കൂട്ടുക, ആൽജിബ്രൈക് നമ്പർ. സോ ഇതിന് സെക്കൻഡ് ഫംഗ്ഷന്. ഇനിയിപ്പോൾ ഇൻ്റഗ്രൽ വേറെ ഇത് ln x ഇൻറ്റു വല്ല കോസ് എക്സ്, ഇതിലിപ്പോൾ നമുക്ക് എങ്ങനെ തീരുമാനിക്കുക ഏതാണ് നമ്മളെ ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ? ഹൈലൈറ്റ് റൂൾ നോക്ക്. ഫസ്റ്റ് ഏതാ വരുന്നത്? ലോഗാരിതമാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ. അതിന് ശേഷമാണ് ആര് വരുന്നത്? അപ്പോൾ ഇത് ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നേരെ ഒന്ന് നോക്കണം, ഇതായിരിക്കും സെക്കൻഡ് ഫംഗ്ഷന്. ജസ്റ്റ് നോക്കിയാൽ മതി. ഹൈലൈറ്റിൽ ഇൻവേഴ്സ് ഫസ്റ്റ് പ്രയോറിറ്റി, ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി ലോഗിന്, തേർഡ് പ്രയോറിറ്റി ആൽജിബ്ര, ഇതെന്ന സാധനം ട്രിഗ്നോമെട്രി ഫോർത്ത് പ്രയോറിറ്റി, പിന്നെ എക്സ്പോണൻറ്റ് ഇൻ്റഗ്രൽ e⁻x sin x. ഇങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യുക നമ്മൾ? dx. ഇവിടെ sin x ട്രിഗ്നോമെട്രി പോലും എക്സ്പോണൻ്റെ മുൻപാണ് വരുന്നത്. സോ അതിന് ഫസ്റ്റ് ഫംഗ്ഷൻ, മറ്റേ ഇത് ലാസ്റ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ അതായത് ഞാനൊരു സിമ്പിളായിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് ആലോചിക്കണമെങ്കിൽ എന്തായാലും ഈ ഇൻവേഴ്സാണ് ഫസ്റ്റ്. അപ്പോൾ സൈൻ ഇൻവേഴ്സിലെ ടാൻ ഇൻവേഴ്സ് കോസിനോ എവിടെയെങ്കിലും ഇൻവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അല്ല ഇവിടെ എക്സോ അല്ലെ 1 അല്ലെ x² + 2 എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ വരുമ്പോൾ ഒന്നും നോക്കണ്ട. ഇൻവേഴ്സ് കണ്ടിട്ട് അത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിരിക്കും, അടുത്തത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിരിക്കും ബൈ ഡിഫോൾട്ട്. അത് വേറെ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇൻവേഴ്സ് ഇസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. ഇനിയിപ്പോൾ ലീസ്റ്റ് പ്രയോറിറ്റി നോക്കാമല്ലോ, e⁻x sin x. ഇവിടെ നിന്ന് മറ്റേ e⁻x cos x. ഇവിടെ നിന്ന് എന്ത് നോക്കേണ്ട ആവശ്യമില്ല, ഹൈലൈറ്റ് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം e⁻x cos x ഒബ്വിയസ്ലി അത് ലീസ്റ്റ് പ്രയോറിറ്റി, അപ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ തന്നെയായിരിക്കും. നമ്മൾ e⁻xനെ തന്നെയാണ് സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കുന്നത്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഇങ്ങനെ വേണ്ടിക്കൽ കാര്യങ്ങൾ ആലോചിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ റൂൾ വെച്ചിട്ട് ചെയ്താലും മതി, പ്രശ്നമില്ല. ഞാനൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്തായാലും ഇൻവേഴ്സ് ആണെങ്കിൽ അത് ഇൻവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിന് ഫസ്റ്റ് അങ്ങ് കൊടുക്കും, അടുത്തത് സെക്കൻഡ് ആയിരിക്കും. e⁻x കണ്ടു കഴിഞ്ഞാൽ അത് e⁻x സെക്കൻഡ് ആയിരിക്കും, ഓട്ടോമാറ്റിക്കലി അടുത്തത് ഫസ്റ്റ് ആയിരിക്കും. അങ്ങനെ ആലോചിക്കും, അല്ലെങ്കിൽ ഈ റൂൾ പ്രകാരം ആലോചിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി ദിസ് ഈസ് ദ പ്രയോറിറ്റി റൂൾ. ഹൈലൈറ്റ് ആലോചിക്കുക, ഹൈലൈറ്റ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുക, ഇൻ്റഗ്രൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ dx. അപ്പോൾ അതിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്: ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇതിൻ്റെ ഹോൾ dx. അതായത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡെറിവേറ്റീവ് കിട്ടും ഫസ്റ്റ് ഫംഗ്ഷൻ്റെ. അതിന് ഏത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ എന്നിട്ട് പോയിട്ടില്ല, പുറമേ ഒരു വലിയൊരു ഇൻ്റഗ്രൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് ചെയ്തിട്ട് കിട്ടുന്ന ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, ഈ ഒരു ഫംഗ്ഷന് അതിൻ്റെയും കൂടി ഇൻ്റഗ്രൽ എടുക്കണം. അതിൻ്റെ dx ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് ചെയ്ത് തരുന്നപ്പോഴത്തേക്ക് അത്യാവശ്യം കുറേ സ്റ്റെപ്പ് ഉണ്ട്. ഇത് പ്രശ്നമില്ല, ഇത് സിമ്പിളായിരിക്കും. പക്ഷേ ഇവിടെയാണ് കോംപ്ലിക്കേഷൻ വരിക. ഈ സെക്കൻഡ് പാർട്ടിലാണ് ഒരുപാട് കാൽക്കുലേഷൻ. ഈ സാധനം കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ഇത്രമാത്രം നീണ്ടു പോകുന്നത്. ഈ ln x ഞാൻ കേസ് പറഞ്ഞില്ല, ഇതിൻ്റെയൊക്കെ പ്രശ്നം ഇവിടെ ഈ കാൽക്കുലേഷൻ ജാസ്തി പോകുന്നുണ്ടെന്ന് നമുക്ക് പെട്ടെന്നൊന്നും ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങ് ചെയ്യാൻ പറ്റില്ല. അത്രക്കാരം കാൽക്കുലേഷൻ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റിനൊക്കെ ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡായി മാറുന്നത്. ആ ക്വസ്റ്റിന് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ഞാൻ വണ്ടിക്ക് എനിക്ക് ടൈം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു ടാബിലായിട്ട് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം പറ്റുമെങ്കിൽ. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് dx. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹൈലൈറ്റ് റൂൾ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുഞ്ഞ് റീസൺ പറയുകയാണെങ്കിൽ, ചില ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുന്നതിനെക്കാട്ടും അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നതിന് കുറച്ചും കൂടി സിമ്പിൾ. ഇപ്പോൾ ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഇത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. പക്ഷേ അതേസമയം ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് നമുക്കറിയാം 1/√(1 - x²). അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ നമ്മൾ എന്തെടുക്കുന്നത്, ഡെറിവേറ്റീവ് എടുക്കുന്നത്. പക്ഷേ ഏതാ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നതെന്ന് അറിയണ്ടേ. നമ്മൾ വെറുതെ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞപ്പോൾ 2 ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഏതാ ഫസ്റ്റ് എന്ന് തീരുമാനിക്കുക എങ്ങനെ അറിയാം? അതിന് വേണ്ടിയിട്ടാണ് ഈ ഹൈലൈറ്റ് റൂൾ കൊണ്ടുവന്നത്. സോ നാച്ചുറലി ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്, ചില ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന് ഇൻ്റഗ്രൽ എടുക്കുന്നതിനെക്കാട്ടും ഈസിയർ. അപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ഹൈലൈറ്റ് റൂൾ വന്നതിൻ്റെ പിന്നിൽ ചെറിയൊരു ഹിസ്റ്ററി. അത് അധികാരം പറഞ്ഞു തരുന്നില്ല, ബട്ട് അതിനോ ഇത് വെറുതെ നമ്മളിങ്ങനെ പഠിക്കുന്നില്ല, ഇതില്ല. അത് ജസ്റ്റ് നമ്മളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതിന് ഡെറിവേറ്റീവ് ചില ഫംഗ്ഷൻസിനെല്ലാം ഡെറിവേറ്റീവ് എടുക്കുന്നതാണ് അതിന് ഇൻ്റഗ്രൽ എടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ ബെറ്റർ എന്ന് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഹൈലൈറ്റ് റൂൾ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി റൂൾ നമ്മൾ ബേസിക്കലി ബൈ പാർട്സ് മെത്തേഡിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഇത് ആലോചിച്ച് നോക്കുക. ഹൈലൈറ്റ്, ഇൻവേഴ്സ്, ലോഗാരിതം, ആൽജിബ്ര, ട്രിഗ്നോമെട്രി, എക്സ്പോണൻറ്റ്. ദാറ്റ്സ് ഇറ്റ്.
അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് ഇൻ്റഗ്രൽ എക്സ് കോസ് 2x dx. ഇതിലിപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ ഹൈലൈറ്റ് റൂൾ യൂസ് ചെയ്യണം. ഫസ്റ്റ് തീരുമാനിക്കില്ല ഏതാ ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ തീരുമാനിക്കണം. എന്താണ് ഇവിടെ ഇൻവേഴ്സ് ഉണ്ടോ, ഇൻവേഴ്സ് ഇല്ല. ലോഗ് ഉണ്ടോ, ലോഗ് ഇല്ല. ആൽജിബ്ര ഉണ്ടോ, ആൽജിബ്ര ഉണ്ട്. ആൽജിബ്ര തന്നെ ഫസ്റ്റ് ആണല്ലോ വേണ്ടത്. സോ ആൽജിബ്ര ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ. ട്രിഗ്നോമെട്രി സെക്കൻഡ് ആണല്ലോ വരുന്നത്. സോ കോസ് ഈ സാധനം ദിസ് എൻറ്റിറ്റി ഈസ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷന് സെക്കൻഡ് ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ നമ്മളെ റൂള് പ്രകാരം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡി എക്സ് അടക്കട്ടെ. ഡി എക്സ് ഇവിടെ വേണ്ട എന്തായാലും, അത് കോമൺ ആയിട്ട് നമുക്ക് ഓർത്തുവിടാം. അപ്പോൾ ദാറ്റ് ഇൻറ്റു എന്താണ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ കോസ് 2x dx. അപ്പോൾ ഇത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എത്രയാണ്, ദാറ്റ് ഇസ് ബേസിക്കലി 1, പ്യുവർലി 1. അപ്പോൾ എക്സ് ഞാൻ ഇത് വേറെ കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് ഇൻ്റഗ്രൽ കോസ് 2x dx അതിൻ്റെ ഫോർമുല വരുന്നത്, അതിനെ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുക, 2x ഇത് ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് ആണെങ്കിൽ സൈൻ എക്സ് പ്ലസ് ഇ എന്നാണ്. ഇവിടെ എക്സിന് അവർ 2x എന്നല്ല, അപ്പോൾ 2x ടി എന്നിടുക ഒരു സബ്സ്റ്റിറ്റ്യൂഷന്. അപ്പോൾ 2 = dt ബൈ ഡി എക്സ്. അപ്പോൾ നമുക്ക് ഡി എക്സ് ആവേണ്ടത്, കാരണം നമുക്ക് അങ്ങനെ ചെയ്യുന്ന കുറച്ചും കൂടി ബെറ്റർ. ഡി എക്സ് = ഇങ്ങോട്ടേക്ക് ഇതിങ്ങോട്ട് വന്നത് dt ബൈ 2. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക, അപ്പോൾ ഇൻ്റഗ്രൽ ഇവിടെ ഒരു 1/2 ഉണ്ടല്ലോ. അപ്പോൾ ദിസ് ബിക്കംസ് ഇൻ്റഗ്രൽ കോസ് ടി, അത് 2x പകരം കോസ് ടി. നിങ്ങൾ പൊതുവെ ആളുകൾ യു വെച്ചിട്ട് ചെയ്യുക, എനിക്ക് ടീനോടെ കുറച്ചും കൂടി ഒരു താല്പര്യം, അതുകൊണ്ട് ഞാൻ ടി വെച്ചിട്ട് ചെയ്യുന്നു. പിന്നെ ഡി എക്സിന് പകരം dt ബൈ 2. ഈ 1/2 പുറത്ത് ഇൻ്റഗ്രൽ കോസ് ടി ഡി ടി. നമുക്കറിയാം കോസ് എക്സ് ഡി എക്സ് ആയിരുന്ന സൈൻ എക്സ് ആണ്. കോസ് ടി ആയതുകൊണ്ട് 1/2 എന്താണ് ഇൻ്റഗ്രൽ കോസ് ടി ആയതുകൊണ്ട് ദിസ് ബിക്കംസ് സൈൻ ടി പ്ലസ് സി. അപ്പോൾ 1/2 സൈൻ ടീന് പകരം എന്ത് തന്നെ വീണ്ടും ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2x പ്ലസ് സി. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇതൊരു പ്രാവശ്യം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതേ സാധനം തന്നെയാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പണി എളുപ്പമായി കിട്ടി, അത്രയല്ലോ. സോ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് 2x എന്നുള്ളത് സൈൻ 2x ഡിവൈഡഡ് ബൈ 2 എന്നായി, കാരണം അത് അവിടെ 1/2 ഉണ്ട്. സോ 2x ഡിവൈഡ് ബൈ 2. ഈ പ്ലസ് സി ഇടണമെന്നില്ല, കോമൺ ആയിട്ട് നമുക്ക് ലാസ്റ്റ് ഇവിടെ ഒരു പ്ലസ് സി ഇട്ടാലും മതി, അത് അവിടെ ഇടണം നിർബന്ധമില്ല. ദാറ്റ് ബിക്കംസ് കോമൺ. ഓ ഇത് മൈനസ്. ഇനി ഇൻ്റഗ്രൽ എന്താ, ഡി എക്സ് ബൈ എക്സ് എന്ന് എന്തായി 1 ആയിട്ട് മാറി. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് = 1. സോ 1 ഇൻറ്റു വീണ്ടും അത് തന്നെ ഇൻ്റഗ്രൽ കോസ് 2x dx എന്താ സൈൻ 2x ബൈ 2 ഇനി ഡി എക്സ്. അപ്പോൾ ഈ 1 ഇൻറ്റു ഒരു കാര്യം ചെയ്യുക, ഈ 1/2 ഇതിവിടെ ഒരു 1/2 കാണുന്നില്ല, ഈ 1/2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ എക്സ് സൈൻ 2x ഡിവൈഡഡ് ബൈ 2 മൈനസ് ഈ 1/2 പുറത്ത്. ഇനി ഇവിടെ എന്തല്ല ബാക്കിയുള്ളത്, ഇൻ്റഗ്രൽ സൈൻ 2x dx. അപ്പോൾ ഈ ഇൻ്റഗ്രൽ സൈൻ 2x dx കണ്ടുപിടിക്കണം. ഇൻ്റഗ്രൽ സൈൻ 2x dx നമുക്കറിയാം. ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ മൈനസ് കോസ് എക്സ് പ്ലസ് സി ആയിരുന്നു. പക്ഷേ ഇവിടെ ഇതേപോലെ തന്നെ ഞാൻ വീണ്ടും അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കുന്നില്ല. ഇവിടെ 2x ടി ഇട്ട് കൊടുക്കും, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് അന്നേരം നമുക്ക് ഫൈനൽ കിട്ടും 1/2 ഇൻറ്റു മൈനസ് കോസ് 2x പ്ലസ് സി. അല്ലെങ്കിൽ മൈനസിനെ ഒന്ന് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് 1/2 കോസ് 2x. അപ്പോൾ ഞാൻ ഈ മൈനസ് 1/2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രൽ 2x ഞാൻ അത് കൊടുക്കാൻ പോവാണ്. സോ എക്സ് സൈൻ 2x ബൈ 2 ഒരു മൈനസ് ഉണ്ടായിരുന്നു. 1/2 ഇൻറ്റു ഇതെന്തായി 1/2 ഇൻറ്റു ഈ സാധനം മൈനസ് കോസ് 2x ബൈ 2 അപ്പോൾ ഈ മൈനസും കൂടി എന്തായി ക്യാൻസൽ ആയിട്ട് രണ്ടും കൂടി മൾട്ടിപ്ലൈ ക്യാൻസൽ ആയത് ലാസ്റ്റ് പ്ലസ് ആയിട്ട് മാറി. അപ്പോൾ അതായത് ഇത് മൈനസ് അവിടെ ഓൾറെഡി ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, രണ്ട് മൈനസും കൂടി ചേർന്നിട്ട് അതായത് മൈനസ് ഇൻറ്റു മൈനസ് എന്തായി പ്ലസ് ആയിട്ട് മാറി. സോ ദാറ്റ് ബിക്കംസ് പോസിറ്റീവ് പ്ലസ് ഈ ടേം. അപ്പോൾ ഇവിടെ എന്തുണ്ട് 1/2 ഓൾറെഡി ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ 1/2 ഇൻറ്റു ഒരു 1/2 1/4 ആവും. ഇവിടെ ഒരു 1/4 ഇത് കണ്ടോ, ഇതിവിടെ ബേസിക്കലി ഇവിടെ പ്ലസ് ആയി. സോ 1/2 ഇൻറ്റു 1/2 1/4. ഓക്കെ, അപ്പോൾ 1/2 ഇൻറ്റു എക്സ് സൈൻ 2x ഇത് ഓൾറെഡി നമുക്ക് ഫസ്റ്റ് ടേം കിട്ടിയതാണ്. ഇതിൽ നമ്മൾ കുറേ നേരമായിട്ട് വീണ്ടും അതേ ടേമിന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുവാണ്. അതിൽ വേറെ ഒന്നും മാറ്റമൊന്നും വരുത്തുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അത് ഈ സാധനം അവിടെ മൈനസ് ആയിരുന്നു, പക്ഷെ അത് ആ മൈനസ് ഇതിൻ്റെ ഒരു നമ്മൾ ഇൻ്റഗ്രൽ സൈൻ 2x dx കൂടെ എന്ത് വന്നിട്ടുണ്ട് മൈനസ് കോസ്
2x/2 ഈ മൈനസ് എന്താക്കി ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന മൈനസിനെ ചേർന്നിട്ട് രണ്ടിനും കൂടി പ്ലസ് ആക്കി കളഞ്ഞ്. സോ പ്ലസ് 1/4 ആയി. 1/2 ഇൻറ്റു 1/2 1/4 കോസ് 2x പ്ലസ് c. ഇതാണ് ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ബേസിക്കലി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടി ഈസിയർ വെർഷൻ ആയിരുന്നു. ഇതിൽ ഇല്ലയിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പമായൊരു ക്വസ്റ്റൻ ആയത്. ഇതുപോലത്തെ ക്വസ്റ്റൻസ് തന്നെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുവാണ്. വേറെ കോംപ്ലിക്കേഷൻസിലേക്കൊന്നും നീങ്ങാതിരിക്കട്ടെ. ഏതായാലും വി ക്യാൻ ജസ്റ്റ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാം. അഥവാ ഇനിയിപ്പോൾ വരുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അടുത്ത പ്രൊഡിക്ഷൻ ഇല്ലത് സൈൻ ഇൻവേഴ്സ് എക്സ്, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരും ചിലപ്പോൾ. അതായത് നമ്മൾ പൊതുവേ എന്തിനാണ് നോക്കുന്നത്, ഹൈലൈറ്റ് റൂളിൽ നമ്മളെന്താ പറഞ്ഞ ഡെഫിനേഷൻ, നമ്മൾ പറഞ്ഞ ഹിസ്റ്ററിയിൽ എന്താ ഈ ഇൻവേഴ്സിനെല്ലാം ഇൻ്റഗ്രേഷൻ എടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ റൈസ് ടു എക്സ് ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഈസിയല്ല. റൈസ് ടു എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് റൈസ് ടു എക്സിനിട്ട് ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഏറ്റവും സിമ്പിളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് റൈസ് ടു എക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ കുറച്ചും കൂടി ഇൻവേഴ്സിനൊക്കെ ഇൻ്റഗ്രൽ എടുക്കുകയെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഡിഫിക്കൽട്ട്. പക്ഷേ ഇതാ വീണ്ടും ക്വസ്റ്റ്യൻ ഇതിപ്പോൾ ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ് എന്നല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാം? ഇത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യണമല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഇൻ്റഗ്രൽ ഈ സൈൻ ഇൻവേഴ്സ് എക്സിനെ 1 ഇൻറ്റു ഒരു സൈൻ ഇൻവേഴ്സ് ഒരു 1 നമ്മൾ വെറുതെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 1നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമില്ല. വി ക്യാൻ മൾട്ടിപ്ലൈ എനി നമ്പർ വിത്ത് 1. സോ 1 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ്. അപ്പോൾ ഈ 1 എന്നുള്ള ആൽജിബ്രയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ കിട്ടിയപ്പോൾ ജസ്റ്റ് ഒരു ഒറ്റ ഫംഗ്ഷനിൽ ഇതിൽ എവിടെയാണ് ബൈ പാർട്സ് മെത്തേഡ്, ഇവിടെ രണ്ട് ഫംഗ്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിലല്ലേ അതിനെ ബൈ പാർട്സ് മെത്തേഡ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇതാ ഞാൻ ബൈ പാർട്സ് മെത്തേഡ് ഉണ്ടാക്കി ഒരു 1 വെച്ചിട്ട് ആഡ് ചെയ്ത്. അപ്പോൾ ഇനി എന്താ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഇത് ആൽജിബ്രൈക് ഫംഗ്ഷനാണ്. അതായത് ഒരു എക്സ് എന്നൊക്കെ പറയുന്ന പോലെ ജസ്റ്റ് ഒരു 1. ഇവൺ ദിസ് നമ്പർ ഇസ് എൻ ആൽജിബ്രൈക് ഫംഗ്ഷൻ. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, ഇറ്റ്സ് എ ആൽജിബ്രൈക് ഫംഗ്ഷൻ. സോ ഈ സൈൻ ഇൻവേഴ്സ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഒബിയസ്ലി ഇൻവേഴ്സ് ഹൈലൈറ്റ് റൂൾ ഫസ്റ്റ് വരുന്നുണ്ട് സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ആൽജിബ്ര വരുന്ന ആ 1ന് സെക്കൻഡ് ഫംഗ്ഷനായിട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളെ വീണ്ടും സ്ഥിരം പരിപാടി. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെ കുറച്ച് ചെയ്യാനുണ്ട്. ഇതാ ഞാൻ പറയുന്നത്, ഞാൻ പറയില്ല ഈ സ്റ്റെപ്പിലെത്തുമ്പോൾ ഇവിടെ കുറേ കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഇത് ഒരുപാട് നമുക്ക് പിന്നെ ചെയ്യാനുണ്ട് ഇനിയും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കംപ്ലീറ്റ് ഡി എക്സ്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ആവുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അത് ഞാൻ പറയുന്ന ഫ്ലോ തന്നെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് കട്ടായി പോകും. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഒറ്റ ശ്വാസത്തിലാണ് പറയുന്നത്. ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് പറയുന്നപ്പോഴത്തേക്ക് എങ്ങനെ കാറ്റ് കഴിഞ്ഞു പോകും, ശ്വാസം വിട്ടുവെന്ന് തോന്നുന്നത്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻ്റഗ്രൽ ഡി എക്സ് എന്താ, വീണ്ടും ഫോർമുലാസ് എല്ലാം ബേസിക് മുതൽ എഴുതാണ്. 1 ഡി എക്സിലെ ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി എന്നാണ്, എക്സ്. സോ എക്സ് കിട്ടി. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എത്രയാണ്, അങ്ങനെ എഴുതിയായിരുന്നു എവിടെയെങ്കിലും. അതിന് വേണ്ടി ഒന്നും കൂടി എഴുതി തരാം. സൈൻ ഇൻവേഴ്സ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ 1/റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതാ ഞാൻ എഴുതി. ഇൻ്റഗ്രൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1/റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്താ, വീണ്ടും ഇത് തന്നെ എക്സ്. അപ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടി, ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ നമ്മളെ പ്രോബ്ലം ഇപ്പോൾ എന്തായി മാറി, ഞാൻ പ്രോബ്ലം കാണിച്ചു തരാം. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ഇൻ്റഗ്രൽ ഐ ഇസ് ഈക്വൽ ടു, ഞാൻ ഐ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യുന്നത് ഇൻ്റഗ്രലിന് സൈൻ, ഒരു കാര്യം ചെയ്യുക, എക്സ് സൈൻ ഇൻവേഴ്സ് എക്സിന് ഞാൻ എന്താണ് ആദ്യം എഴുതി, എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഈ 1 ഇൻറ്റു എക്സ് എഴുതി, എക്സ് ന്യൂമറേറ്ററിൽ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ കംപ്ലീറ്റ്ലി ഡി എക്സ്. ഇത് പ്രശ്നമില്ല. പക്ഷേ ഇവിടെയാണ് പ്രശ്നം. ഇതിനെ ഇപ്പോൾ എന്താ ചെയ്യുക, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഒരു കുഞ്ഞ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഈ 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവാണ് മുകളിൽ കിടക്കുന്നത്, ഓൾമോസ്റ്റ് കിടക്കുന്നുണ്ട്. കാരണം 1 മൈനസ് എക്സ് സ്ക്വയർ ഇക്വൽ ടു ടി, ഞാൻ അതന്നെ ഇവിടെ എഴുതിയിട്ടില്ല. 1 മൈനസ് എക്സ് സ്ക്വയർ ഇക്വൽ ടു ടി. അപ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് 0, അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് ടീൻ്റെ ഡെറിവേറ്റീവ് ഡി ടി ബൈ ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നെങ്കിൽ, മൈനസ് 2xൻ്റെ ഡെറിവേറ്റീവ് 2x തന്നെ, അല്ല എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, പിന്നെ ഒരു മൈനസ് ഉണ്ട്, 0 മൈനസ് 2x മൈനസ് 2x ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ് ആണ്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ എടുക്കാൻ കാരണം എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ടേം ഇവിടെ ഓൾറെഡി ഉണ്ട്. എക്സ് ഡി എക്സ് ഇവിടെ ഞാനിപ്പോൾ എക്സ് ഡി എക്സ് ഞാൻ ഇപ്പം കാണിച്ചു തരാം. -2 ഇങ്ങോട്ടേക്കോട്ടെ, ഡി എക്സ് ഇങ്ങോട്ടേക്കോട്ടെ. എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി ഡിവൈഡ്, വെറുതെ 2 വെച്ചിട്ട് ഇതാക്കിയാൽ മതിയോ, പോരാ, കാരണം ഒരു മൈനസ് ഉണ്ട്, മൈനസ് ഡി ടി ബൈ 2. ഈ എക്സ് ഡി എക്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എക്സ് ഡി എക്സിനൊക്കെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡി ടി ഡിവൈഡഡ് ബൈ 2 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ
ദിസ് ഇൻ്റഗ്രൽ ബിക്കംസ്, അതായത് ബേസിക്കലി ഇതിനെ ഞാൻ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസിക്കലി കംപ്ലീറ്റ്ലി ഐ ആയിരുന്നു. ഇതിനെ ഞാൻ വേറെ തന്നെ ഒരു ഇൻ്റഗ്രൽ ഒരു I1 എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തിട്ട് I1 ഇസിക്കൽ ഇൻ്റഗ്രൽ എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ, എന്നിട്ട് നമ്മൾ സ്ഥിരം പരിപാടി നമ്മളെന്താ അവിടെ ഡി എക്സ് എന്ന് എഴുതുന്നത് പറ്റും. ഇവിടെ ഡി എക്സ് പുട്ട് 1 മൈനസ് എക്സ് സ്ക്വയറിൽ ഒരു വേരിയബിൾ ടി ആണെങ്കിൽ ടി യുഒ നിങ്ങളെ ഇഷ്ടം പോലെ യുഒ പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നപ്പോഴത്തേക്ക് 0 മൈനസ്, അപ്പോൾ ഞാൻ ആ 0 എന്നൊരു സ്റ്റെപ്പ് ഒഴിവാക്കി മൈനസ് 2x. പിന്നെ എന്താ ഞാൻ ഇവിടെ സ്റ്റെപ്പ് കുറച്ച് ചുരുക്കിയിട്ടുണ്ട്. എന്താണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ച് അധികം സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഞാൻ എഴുതുമ്പോൾ കുറച്ച് സ്റ്റെപ്പ് ചുരുക്കിയിട്ട് പൊതുവെ എഴുതൽ സ്റ്റെപ്പ് കൂടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻട്രൻസ് എഴുതി ലാസ്റ്റ് എന്താ നമ്മൾ ജയിലെല്ലാം എഴുതുമ്പോൾ കുറേ സ്റ്റെപ്പ് നമ്മൾ പൊതുവെ സ്കിപ്പ് ചെയ്യാം. കുറേയൊക്കെ എന്താണ് ഈ റിപ്പീറ്റേറ്റീവ് ആയിട്ട് എഴുതുന്ന സ്റ്റെപ്പെല്ലാം ഒഴിവാക്കി. ഇവിടെ എന്താണ് dt/dx തന്നെ എഴുതുന്നത്. ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ എന്താ ഡി എക്സിന് അങ്ങോട്ടേക്ക് കയറ്റിയിട്ടുള്ള സ്റ്റെപ്പ് ഫോർമാറ്റാണ് കാണിക്കുന്നത്. സോ അതൊന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു എന്താണ് നേച്ചർ അങ്ങനെ ആയിപ്പോയി. ഞാൻ എൻട്രൻസ് എഴുതിയത് ലാസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ലാസ്റ്റ് എന്താണ് ഇറ്റ് ബിക്കെയിം വെരി നാച്ചുറൽ. ഐ എം ഗെറ്റിംഗ് വെരി യൂസ് ടു സ്കിപ്പിംഗ് മെനി ഓഫ് ദി സ്റ്റെപ്സ്. സോ മൈനസ് 2x dx. അപ്പോൾ എക്സ് ഡി എക്സ് നമുക്കിവിടെ തൽക്കാലത്തേക്ക് ആവശ്യമുള്ളൂ ഈക്വൽ ടു dt/-2. ഞാനും ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, dt/-2. അപ്പോൾ ഈ എക്സ് ഡി എക്സിനകത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മൈനസ് dt/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മൾ ടോട്ടൽ ഇൻ്റഗ്രൽ I ഈക്വൽ ടു എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ്, ഈ ടേം അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. മൈനസ് ഒരു എന്തുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, മൈനസ് എന്തുണ്ട് നമ്മൾ ഈ പറയുന്ന ആ dt/-2 എന്നായിരുന്നില്ല, dt/-2. ഞാൻ ആ -1/2 പുറത്തേക്ക് എടുത്തു. അപ്പോൾ അതെന്തായി മാറി? അത് പ്ലസ് ആയിട്ട് മാറി. ഞാൻ പോലും ഇവിടെ സ്കിപ്പ് ചെയ്തൊരു കുഞ്ഞ് സ്റ്റെപ്പാണ്, ബട്ട് നൗ ഐ ഹാവ് റെക്കഗ്നൈസ്ഡ് ഇറ്റ്. അവിടെ പ്ലസ് ആയി പോകും ബേസിക്കലി. ഈ മൈനസ് dt/2 ആയിരുന്നു, അത് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ മൈനസും ചേർന്നിട്ട് പ്ലസ് ആയി. സോ പ്ലസ് ഹാഫ്, അതായത് dt/2 ഇൻ്റഗ്രൽ dt/2 ഇൻറ്റു എന്താണ് 1/√of ടി. ഇത് 1 മൈനസ് ഈ സാധനത്തിനവരൊക്കെ നമ്മൾ എന്താ കൊടുത്തത്? റൂട്ട് ടി. 1 മൈനസ് എക്സ് സ്ക്വയറിന് പകരം ഞാൻ ടി എന്നാണ് കൊടുത്തത്. നിങ്ങൾ ഇനി യു എന്നാണ് കൊടുത്തത് 1/√u. ഞാൻ ഇവിടെ ടി എന്ന് കൊടുത്തുകൊണ്ട് 1/√t. dt/2 ഇവിടെ മൈനസ് ഉണ്ടായിരുന്നു, ആ മൈനസിന് പുറത്ത് ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ആ മൈനസും ചേർന്നിട്ട് പ്ലസ് ആയിട്ട് മാറി. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാം പ്ലസ് ആവും, പ്ലസ്. ഓക്കെ, അപ്പോൾ 1/2 ഇൻ്റഗ്രൽ റൂട്ട് ടി dt ഇൻ്റഗ്രൽ dt/√t. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കറിയാം റൂട്ട് ടി ഈസ് ഈക്വൽ ടു t/1/2, അല്ലെ റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു x/1/2. അതേ സമയത്ത് 1/x ഈസ് ഈക്വൽ ടു എന്താ? x/-1 1/x², 1/x/-2. ഇനി 1/√x ആണെങ്കിലോ, അതായത് ഈ റൂട്ട് എക്സിനെ എങ്ങനെ എഴുതാം? x/1/2. ഏത് പവർ ആണെങ്കിലും എന്താണ് അതിന് സൈൻ? അത് മുകളിലേക്ക് ന്യൂമറേറ്ററിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ സൈന് റിവേഴ്സ് ഓപ്പോസിറ്റ് സൈൻ ആവും. x/1/2 വരുന്ന മുകളിൽ എത്തുന്നപ്പോഴത്തേക്ക് -1/2. അതേപോലെ തന്നെ ഈ 1/√t എന്നുള്ളത് എന്തായി? മുകളിലേക്ക് വരുന്ന സമയത്ത് 1/t/1/2 എന്നായിരുന്നു, അത് മുകളിലേക്ക് കയറിയപ്പോൾ t/-1/2. ഞാൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എഴുതിയത്? കാരണം എനിക്ക് പിന്നെ സിമ്പിളായി t/1/2. ഇതിപ്പോൾ dt എന്നാണെങ്കിൽ എനിക്ക് ഇനി സിമ്പിളായിട്ട് പവർ റൂൾ അപ്ലൈ ചെയ്യാം. t/-1/2 + 1 ഡിവൈഡഡ് ബൈ 1/-1/2 + 1. അതെനിക്ക് എങ്ങനെ എഴുതാം? t/1 - 1/2 എന്ന് എഴുതാമോ? അതിനൊന്ന് ജസ്റ്റ് തിരിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ 1 - 1/2 t/1 4 കുറച്ച് കഴിഞ്ഞാൽ ആരാ ഡിവൈഡഡ് ബൈ 4 കുറച്ച് കഴിഞ്ഞാൽ ആരാ. അപ്പോൾ ഈ എന്താണ് എൻ്റെ സ്ഥലം തീർന്നോ? t/1/2 ഡിവൈഡഡ് ബൈ 1/2 ഈ എന്താണ്? അതായത് a/b/c എന്നല്ല. അപ്പോൾ c മുകളിലേക്ക് കയറിയിട്ട് a/b ഇൻറ്റു c എന്നാവും. അതേപോലെ 1 അതായത് ഒരു ഡിനോമിനേറ്റർ അതിൻ്റെ ഡിനോമിനേറ്ററിലാണ് 2 എടുക്കുന്നത്. അപ്പോൾ നേരെ ന്യൂമറേറ്ററിൽ കയറിയിട്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ 2 t/1/2. t/1/2 പകരം നമുക്കറിയാം റൂട്ട് ടി എന്നാണ്. അപ്പോൾ 2 റൂട്ട് ടി. നമുക്ക് 2 റൂട്ട് ടി അല്ല ടീന് പകരം നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? 1 - x². 2 √ 1 - x². അപ്പോൾ 1/2 ഇപ്പോൾ പ്ലസ് ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ t/-1/2 dt. അപ്പോൾ അതെന്തായി മാറ്റി? എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഹാഫ് ഇൻറ്റു ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ അതിൻ്റെ പവർ റൂൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ t/1/2 ഡിവൈഡ് ബൈ 1/2. അപ്പോൾ ഈ മുകളിൽ കയറി പിന്നെ പ്ലസ് സി. അപ്പോൾ ഇത് കണ്ടോ, ഈ 2 മുകളിൽ കയറിയപ്പോൾ 2 t/1/2 പിന്നെ ഇവിടെ ഒരു ഹാഫ് ഉണ്ടല്ലോ. അപ്പോൾ എന്തായി? നേരെ ആ 2 കൂടി ക്യാൻസൽ ആയിപ്പോയി. ദിസ് 2 ഗെറ്റ്സ് ക്യാൻസൽഡ്. അപ്പോൾ 2 കൂടി ഇനി വേർഡ് ബാക്കിയില്ല. t/1/2 നമുക്കറിയുന്നത് റൂട്ട് ടി ആണ്. സോ എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ്
പ്ലസ് റൂട്ട് ടി പ്ലസ് സി. അപ്പോൾ എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഞാൻ പറഞ്ഞ പോലെ ആ ടി റൂട്ട് ടീനൊക്കെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ദിസ് 1 മൈനസ് എക്സ് സ്ക്വയർ. 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ഇതാണ് ബേസിക്കലി നമ്മുടെ അടുത്ത് ഇപ്പോൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് ഇൻ്റഗ്രൽ. ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് ഇനി വേണ്ടെങ്കിൽ എഴുതാം. സൈൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ്. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഞാൻ ചുവന്ന മഷിയിൽ എഴുതട്ടെ. എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ഇതാണ് ബേസിക്കലി നമ്മളെ ഇൻ്റഗ്രലിൻ്റെ ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ്. എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ഇതാണ് ബേസിക്കലി ഏതിൻ്റെ ഇൻ്റഗ്രൽ, ഈ ഒരു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നല്ലോ. ഭാഗ്യവശാൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെ വരുവാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ യു ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദ വേർസ്. ഞാൻ പറയുകയാണ് വളരെ ഡെപ്തിലേക്ക് ഇതിൽ കടക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താണ് വി നീഡ് ടു ഡെവലപ്പ്, ആ ലെവലിലെ പേഷ്യൻസ് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇത് കാണുന്നത്ര സിമ്പിളല്ല ഓരോ സ്റ്റെപ്പ് ഡിറൈവ് ചെയ്ത് വരുന്നപ്പോഴത്തേക്ക്. ഇതിപ്പോൾ ഞാൻ തന്നെ ഇപ്പം കണ്ടില്ലേ, ഇതിപ്പോൾ എന്താണ് ഈ മൈനസ് ഞാൻ ഇവിടെ മറന്നപ്പോഴത്തേപ്പിന്നെ എന്താണ് ഈ ഇവിടെ കംപ്ലീറ്റ് അപ്പോൾ എന്താ ഈ സാധനം മാറി. ഇവിടെ ഇപ്പോൾ എന്താ ഇവിടെ ഒരു മൈനസ് ഇപ്പം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് ഞാൻ പോലും ഇവിടെ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട് അറിയാതെ. ഈ മൈനസ് ഇപ്പം ചേർത്തപ്പോഴാണ് ഇതിന് പ്ലസ് ആക്കി ഇവിടെ പ്ലസ് എല്ലാം മൊത്തം മൈനസ് ചെയ്യാനും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനക്കോലൂടെ കുറേയൊക്കെ അശ്രദ്ധ പറ്റുന്നുണ്ട്. ഐ എം നോട്ട് റിയലൈസിങ് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്. ബട്ട് ഇതാണ് മാത്തമാറ്റിക്സിൽ ഏടെങ്കിലും ഇത് നിങ്ങൾ നോക്ക്, വളരെ ഏടെങ്കിലും ഒരു പ്ലസ്സോ മൈനസോ എന്തെങ്കിലും ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാധനം മാറിപ്പോയി. അപ്പോൾ എന്താ ഇപ്പോൾ ടീച്ചർ കാണുമ്പോൾ ഇതും മൈനസ് ഫൈനൽ ആൻസർ മൈനസ്. അപ്പോൾ എന്താണ് ചിലപ്പോൾ 6 മാർക്ക് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ 3 മാർക്ക്, എനിക്കറിയില്ല എനിക്ക് എത്ര മാർക്ക് ഓർക്കുന്നതെന്നില്ല. പക്ഷേ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് ആലോചിച്ചിട്ട് പേഷ്യൻ്റായിട്ട് ചെയ്യേണ്ട, ഡിറൈവ് ചെയ്ത് എടുക്കേണ്ട ഒരു നൈസ് ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് കോഴ്സസ് ആണ്. ഇറ്റ്സ് കോൾഡ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ്. ഐ വുഡ് സേ എന്താണ് വളരെ നൈസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാ ഒരു ഏരിയ ആണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ്. ഈ രണ്ട് ക്വസ്റ്റ്യനും പിന്നെ ചിലപ്പോൾ ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും വരുന്നത്, കോസ് ഇൻവേഴ്സ് എക്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? ചെയ്യാൻ പറ്റാത്ത പ്രശ്നമില്ല. 1 ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സ് വെച്ചിട്ട് ചെയ്താൽ മതി ഡി എക്സ്. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യുക. പിന്നെന്താ പറയുക, കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു -1/√(1 മൈനസ് എക്സ് സ്ക്വയർ. ചിലപ്പോൾ അപ്പോൾ ആ ആൻസറിൽ ചിലപ്പോൾ ഇതേ ആൻസർ തന്നെ ആയിരിക്കും എക്സ് കോസ് ഇൻവേഴ്സ് എക്സ് -√(1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇത് ഞാൻ ഇൻറ്റ്യൂഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ ഐ ഹാവ് ടു സേ അബൌട്ട് ദിസ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് മെത്തേഡ്. ഐ വുഡ് കമൻറ്റ് മോർ ഓൺ ദിസ്. ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്, ഒരുപാട് പേഷ്യൻസ് വേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഇനി വേറെ ഏതെങ്കിലും ഒരു പാർട്ടായി പോയിട്ട് ഇനി കാണാം.